കേരളത്തിൽ മെയ് 4-നാണ് റിസൾട്ട് വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള PR യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാവരും തന്നെ. അപ്പോൾ അതിൻ്റെ ചില വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് അത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ തെളിവുകൾ ഏതെങ്കിലും കിട്ടാതെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ അത് പുറത്ത് പറയേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ തെളിവുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ തെളിവുകൾ പുറത്തേക്ക് വന്നത് VD സതീശന് വേണ്ടി സൈബർ വിങ് നടത്തിയിട്ടുള്ള ആക്രമണമാണ്. അതിൽ അതിനിശ്ചിതമായിട്ട് കെ സുധാകരനെയും അതുപോലെ തന്നെ നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെയും ഒക്കെ വിമർശിക്കുകയും അവരെ അറ്റാക്ക് ചെയ്യാൻ ആക്രോശിക്കുകയും ആഹ്വാനം കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മളൊരു മെമ്പർഷിപ്പ് സ്കീം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാസം 179 രൂപയാണ് ആദ്യത്തെ എമൗണ്ട്. ലെവൽ 1, ലെവൽ 2 എന്ന് പറയുന്നത് 359. അപ്പോൾ അത് കൂടുതലുള്ള എമൗണ്ടുകളും ലെവൽ 3-ഉം ലെവൽ 4-ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വീഡിയോസൊന്നും ഉണ്ടാവില്ല. ചില വീഡിയോസൊക്കെ ചിലപ്പോൾ കുറച്ച് നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പെർക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർ മാത്രം അത് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഈ വീഡിയോകൾ കാണുകയും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യം സതീശൻ്റെ മുഖ്യമന്ത്രിയാകാൻ നടത്തിയിട്ടുള്ള PR-ലേക്ക് വരുന്നതിനും അതിൻ്റെ തെളിവുകളൊക്കെ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഞാൻ യഥാർത്ഥത്തിൽ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള PR-ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് പുറകിലായിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു എന്ന് നമുക്കറിയാം. രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു കേരള യാത്ര നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞൊരു രമേശ് ചെന്നിത്തല ഫാൻസിൻ്റെയൊക്കെ ഒരു പേജിൽ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ആളുകളൊക്കെ കൺഫ്യൂഷനിലായിപ്പോയി. ആളുകളൊക്കെ വിചാരിച്ചത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പുള്ളി ഒരു യാത്ര കേരളം മുഴുവൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു യാത്രയുടെ പ്രസക്തി എന്താണ്, ഇതെന്ത് തോന്നിവാസമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നു. പക്ഷേ അദ്ദേഹം കേരള യാത്ര എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റ് സീരീസാണ് അദ്ദേഹം തുടങ്ങാൻ ആലോചിക്കുന്നത്. അത് വികസനം ചർച്ച ചെയ്യാനാണ്. കേരളത്തിൻ്റെ വികസനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിട്ടാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ജനനായകൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി കൂടി പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ KC വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ആളുകളും തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇനി ഏതാണ്ട് 10 ദിവസമേ കൃത്യമായിട്ടുള്ളൂ നമുക്കറിയാം റിസൾട്ട് വരാൻ. ആ 10 ദിവസത്തിനകം നമുക്ക് ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികളും അതുപോലെ തന്നെ കേരള യാത്ര പോഡ്കാസ്റ്റുകളൊക്കെ കണ്ട് നമുക്ക് കോൾമയർ കൊള്ളാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം പുറകിലായി നിന്നിരുന്നത് എന്ന് വിചാരിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയും ഇപ്പോൾ കളത്തിലേക്ക് വളരെ വാശിയോടുകൂടി തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇത് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് KC വേണുഗോപാലിൻ്റെ പ്രസംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്, അത് കറണ്ട് ബുക്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. VD സതീശൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്ക് DC ബുക്സ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ PR-ൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഇതെല്ലാം ഈ സമയത്ത് സംഭവിക്കുന്നതിൻ്റെ കാര്യം PR-ൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വളരെ അഗ്രസീവായി എല്ലാ ആളുകളും തന്നെ PR ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് വിമല ബിനുവിൻ്റെയൊക്കെ അഡ്മിനായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചില വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം അജയ് തറയിൽ, ആരുടെയും പേര് പറയാതെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള നിലക്കുള്ള പോസ്റ്റ് ഇട്ടതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് വളരെ സ്പെസിഫിക്കായി വളരെ ക്രിസ്റ്റൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ വിമല ബിനുവിൻ്റെയും അതുപോലെ ഹൈബി ഈഡനുമൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം, ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നാടിൻ്റെ കരുത്തിന് നട്ടെല്ലുള്ള നേതൃത്വം എന്നുള്ളതാണ്. അതായത് പട നയിച്ചവൻ നാടിനെ നയിക്കും എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നാടിൻ്റെ കരുത്തിന് നട്ടെല്ലുള്ള നേതൃത്വം എന്ന് പറഞ്ഞ് VD സതീശൻ്റെ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ഇലക്ഷൻ 2026 VDS എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. പ്രൊഫൈലിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ആദ്യത്തെ ഒരു PR ആക്ടിവിറ്റി നടക്കുന്നത്. അത് കഴിഞ്ഞതിൽ അതിൽ ഈ അഡ്വക്കേറ്റ് വിമല ബിനു എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അവർ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൻ്റെ അഡ്വക്കേറ്റായി വന്നിട്ടുള്ളത് അവരാണ്. അവർ ബേസിക്കലി ഒരു അഡ്വക്കേറ്റാണ്. പക്ഷേ VD സതീശൻ്റെ PR എല്ലാം തന്നെ ഹെഡ് ചെയ്യുന്നത് അവരാണ്.
ഇവിടെയുള്ള നിരവധി യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ചിട്ടും പലപ്പോഴും വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ചെയ്യാനൊക്കെ തന്നെ അവർ നിർബന്ധിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതിൽ നിരവധി നേതാക്കന്മാരുണ്ട്, ഹൈബീഡിനടക്കമുള്ള ആളുകളുണ്ട്. ഹൈബീഡിനൊക്കെ ഈ പറയുന്ന പോലെ KPCC മീഡിയ സെല്ലിൻ്റെയൊക്കെ ചാർജ് ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വളരെ വിചിത്രമായിട്ടുള്ള മെസ്സേജുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഓരോ ദിവസവും ഓരോരോ കണ്ടൻറ്റുകൾ അവരുണ്ടാക്കും. അത് നോക്കി നമ്മുടെ മെറ്റീരിയൽസ് ഇടാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓരോരുത്തരും ഉണ്ടാകുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് അതിനുള്ള റിയാക്ഷൻസ് നമ്മൾ മെറ്റീരിയൽസ് ഇടണമെന്നാണ് അഡ്വക്കേറ്റ് വിമല ബിനു ഒക്കെ പറഞ്ഞേക്കുന്നത്. അവർ കൃത്യമായി പണിയെടുക്കാൻ പ്ലാൻഡ് ആണ് എന്നുള്ളത് അതിൽ വന്നേക്കുന്നൊരു മെസ്സേജാണ്. പിന്നെ അടുത്തത് ഈ KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് ചില ആളുകൾ രംഗത്തേക്ക് വന്നല്ലോ, അദ്ദേഹം വലിയ വർക്കുകൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിന് ഇവർ രാഹുൽ എന്ന് പറയുന്ന ഒരാളിട്ടേക്കുന്ന കമൻറ്റുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനവും ഉത്തരവാദിത്വവുമാണ് അദ്ദേഹം ചെയ്തത്. ഈ പണി തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യേണ്ട പണിയാണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ പുതുമയൊന്നുമില്ല. ഈ പ്രവർത്തനങ്ങൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും നടത്തണമായിരുന്നു. ഇതുപോലുള്ള വർക്ക് അവിടെ ചെയ്തിരുന്നുവെങ്കിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനെ മധ്യപ്രദേശും രാജസ്ഥാനും ഹരിയാനയും ആവർത്തിക്കാതിരിക്കാൻ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന അസമിലും ബംഗാളിലും തമിഴ്നാട്ടിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകട്ടെ. അദ്ദേഹത്തെ കേരളത്തിൽ തടച്ചിടാനുള്ള പണി മുതിർന്ന നേതാക്കൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഒരു മെസ്സേജ് അത് മുഴുവൻ പ്രചരിപ്പിച്ചോളാനാണ് പറയുന്നത്. ആ പ്രചരിപ്പിച്ചോളാൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ അറിയേണ്ടത് ഒരു വ്യാജ മെസ്സേജാണ്. എൻ്റെ പേര് മൈനസ് ചെയ്തോളൂ, ഞാൻ മുഖ്യമന്ത്രി ആകാനില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞതായിട്ടുള്ള മെസ്സേജ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലായിടത്തും പ്രചരിപ്പിക്കാനാണ് പറയുന്നത്. പിന്നെ റോജി M. ജോൺ കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലിനെ പുകഴ്ത്തിയിരുന്നു. അപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആക്രമിച്ചോളാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ റോജി M. ജോൺ ഇന്നലെ മീഡിയ വണ്ണിൽ ഒരു ചർച്ച കാണാനിടയെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് റോജി ജോണിൻ്റെ പോസ്റ്റായിരുന്നു. മീഡിയ വണ്ണിൽ നിഷാദ് റാവുത്തറും അജിംസും ഒക്കെ കൂടിയിരുന്ന ഒരു ചർച്ച നടത്തിയിരുന്നു. നമ്മുടെ ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടിയിരുന്ന് മീഡിയ വണ്ണിലെ ആളുകളൊക്കെ കൂടിയിരുന്ന ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയിരുന്നപ്പോൾ അതിൽ ഈ ജിമ്മിയൊക്കെ കൂടി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ കുറിച്ച് റോജി M. ജോണിൻ്റെ പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ താഴെ ചെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തോളാനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ഏറ്റവും വലിയൊരു കമൻറ്റ് കൂടിയുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാതെ പോകരുത്. അത് അഡ്വക്കേറ്റ് വിമല ബിനു ഇട്ടേക്കുന്ന പോസ്റ്റാണ്. അവർ അഡ്വക്കേറ്റാണ്, വളരെ നല്ല ആളാണ്. അദ്ദേഹം അവരിട്ടേക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്, കണ്ണൂർ സിംഹം എന്നല്ല, ഏത് കോണോത്തിലെ സിംഹം അലറിയാലും രാവും പകലും കഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കോണോത്തിലെ സിംഹം എന്ന് പറഞ്ഞേക്കുന്നത് മറ്റാരെയുമല്ല, അത് K. സുധാകരനെയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതിൻ്റെ താഴെ ഒള്ളി VD സതീശൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്. ഈ വിമല ബിനു തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അവർക്ക് ചില സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനലുകളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരവിടെ ജോലി ചെയ്തിരുന്നു ഇല്ലെന്ന് എനിക്കറിയില്ല, ബന്ധമുണ്ടായിരുന്നു. അവരത്തരത്തിലുള്ള പല വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എങ്ങനെയാണ് അവർ VD സതീശൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിക്കലി മാനേജ് ചെയ്യുന്ന ഒരാളായി മാറിയത് എന്നുള്ളത് എനിക്കറിയില്ല. ഇവർ നേരത്തെ തന്നെ നമുക്കറിയാം അവരാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അവർ പള്ളുരുത്തിയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, ഹിജാബ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൻ്റെ അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും സ്കൂളിലെ അഡ്വക്കേറ്റായി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അവർ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ, ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് PR ഇല്ല, അദ്ദേഹത്തിന് വേണ്ടി PR ചെയ്യുന്നത് AKG സെൻറ്ററിലിരുന്ന് MV നികേഷ് കുമാറാണ്, അദ്ദേഹത്തിന് വേണ്ടി PR ടീമൊന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൽ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നിരവധി നേതാക്കൾ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഹൈബീഡിനടക്കമുള്ള ആളുകളുണ്ട്. ബാക്കിയുള്ളവരുടെ പേര് ഇപ്പം ഞാനായിട്ട് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ അറിയേണ്ടത് നിരവധി ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഈ പറയുന്ന VD സതീശന് വേണ്ടി പോരാടാൻ തയ്യാറായിട്ടും മറ്റുള്ള ആളുകളെ കൊണ്ട്, അതായത് പാർട്ടിയിലില്ലാത്ത ആരെ കൊണ്ടെങ്കിലും പോസ്റ്റ് ഇടണമെന്ന് പറയുന്ന അഭിപ്രായമുണ്ട്, ചില ആളുകൾ കൊണ്ട് എഴുതിപ്പിക്കണം എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഓർഗനൈസ്ഡായി നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഇതുപോലെയുള്ള സപ്പോർട്ടൊക്കെ തന്നെ ഫേക്ക് ഐഡികളിൽ നിന്നുള്ള സപ്പോർട്ടാണെന്നൊക്കെ പറയുമ്പോൾ ചിലർ വിശ്വസിച്ചില്ല. ഇതെല്ലാം തന്നെ വളരെ പ്ലാൻഡായി നടക്കുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ
ഒരു വലിയ സന്തോഷമുള്ളത് ഇവരാരും തന്നെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷയോ ഒന്നും അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിക്കകത്തുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയെയും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും ഒക്കെ വെട്ടുക്കിളികളെ പോലെ ആക്രമിച്ച് തീർത്തേക്കാനാണ് ഈ ഗ്രൂപ്പിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് ഭംഗിയായിട്ട് നടക്കട്ടെ. സതീശന് പക്ഷേ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. സതീശന് പറയാം ഇത് എനിക്കറിയാത്ത ഗ്രൂപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, കേരളത്തിലെ പല വലിയ ഈ എറണാകുളം ജില്ലയിലെ തന്നെ വലിയ നേതാക്കളും ഹൈബി ഈഡനും ഈ വിമല ബിനുവിനെയൊക്കെ അത്ര പെട്ടെന്ന് തള്ളിപ്പറയുക സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.